സുധിമോൾ എന്റെ മകളാണ് വിശാൽ. ഞാൻ എതിർക്കുന്നില്ല. അന്തസ്സുള്ള ഒരപ്പം തന്നെയാ അവളുടെ ജീവിതത്തിൽ വേണ്ടത്. പക്ഷേ എനിക്കൊന്ന് കാണണം ശ്രുതിമോളെ. ഒരു സ്വീറ്റ് ബോക്സ് നൽകണം. കുറച്ചു നേരം സംസാരിക്കണം. മമ്മയോട് ഞാനത് സൂചിപ്പിച്ചിരുന്നു. അപ്പച്ചി പറഞ്ഞു. സുധിമോളെ വിശാലെന്ന് പോയി കാണുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അതിന് എന്റെ മാത്രം സമ്മതം പോരാ. പിന്നെ അക്ഷത സമ്മതിക്കണ്ടേ? ജയശങ്കർ സാർ സമ്മതിക്കണ്ടേ? അവർ സമ്മതിക്കില്ലേ? നിലവിൽ ഇല്ല. വിശാല് പറഞ്ഞ കാര്യം അപ്പച്ചി പറഞ്ഞപ്പോ തന്നെ എതിർപ്പ് വന്നു കഴിഞ്ഞു. കുറച്ചുനാൾ മുമ്പത്തെ എന്റെ സ്വഭാവമായിരുന്നു എനിക്കെങ്കിൽ ഡാഡിയുടെ മകളുടെ എതിർപ്പ് ഞാൻ പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞാനെ. പക്ഷെ ഇപ്പൊ വിശാലിന് എന്തു പറ്റി? ആദ്യം അത് പറയും. ഏയ് ഒന്നുമില്ല. നടന്നു വന്ന വഴികളിൽ നിന്ന് ഒന്ന് മാറി നടക്കണമെന്ന് തോന്നി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, പിന്നോട്ട് നടന്നൊന്നും തിരുത്താനാവില്ലല്ലോ. മുമ്പോട്ടുള്ള ചൂടുകൾ സൂക്ഷിച്ചു വെക്കാൻ അത്രേ കരുതുന്നുള്ളൂ. പ്ലീസ് ഡോക്ടർ, എനിക്ക് ഒരു ഹിഡൻ അജണ്ടയില്ല. ശ്രുതിമോളെ എനിക്കൊന്ന് കാണണം. നമ്മൾ പറയില്ലേ, മനസ്സിന്റെ ജാലകവിരി മാറ്റി ചിലർ നമ്മുടെ ഉള്ളിലേക്ക് എത്തി നോക്കുമെന്ന്. ശ്രുതിമോളുടെ കണ്ണുകളാ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉറക്കത്തിൽ വന്ന് തറയ്ക്കുന്നത്. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ആരുമില്ലാതെ ഒരു ഓർഫനെ പോലെ എവിടെയോ ശ്രുതിമോള്. എന്തുകൊണ്ടാണ് ശ്രുതിമോളെ മാറ്റി നിർത്തേണ്ടി വന്നതെന്ന് വിശാലിന് അറിയാമല്ലോ. അറിയാം. കാരണങ്ങളിലൊന്നും ഞാനാണെങ്കിൽ അതിൽ പശ്ചാത്താപമുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാ ശ്രുതിമോളെ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നത്. വെല്ലുവിളികൾക്കും ആക്രോശങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അപ്പുറം പടനിലത്ത് ഒന്നും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അഭയാർത്ഥി കുരുന്ന് ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. മോളെ, എന്താ അവര് പറഞ്ഞേ? എന്റെ നിത്യമോളെ ഭയപ്പെടുത്തിയോ അവര്? അമ്മയും മോനും ചേർന്ന് എന്തൊക്കെയോ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോളെ അപകടപ്പെടുത്തിയത് ഈ സ്ത്രീയാണോ? മോള് പേടിക്കണ്ട കേട്ടോ. ദേവിക എടുത്ത് ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ കുട്ടിയെ ഒന്നും ചെയ്യാൻ ആർക്കും ആവില്ല. ദേവിക എടുത്തി ഏട്ടത്തിയുടെ ജീവൻ കൊണ്ട് കോട്ട കെട്ടി മോളുടെ ജീവന് കാവലിരിക്കും. എന്താ മോളെ ഒരു ആലോചന? ഒന്നുമില്ല അച്ഛാ. ഞാൻ നിത്യമോളെ കണ്ടിട്ട് വന്നിരിക്കുകയായിരുന്നു. ഞാൻ നിത്യമോളോട് ചോദിച്ചു ശരത്തിന്റെ അമ്മ എന്താ പറഞ്ഞതെന്ന്. മോളെ, അവരുടെ ഈ വരവിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. എനിക്കും അച്ഛാ. അതല്ലേ ഞാൻ അവര് മുറിയിൽ നിന്ന് ഇറങ്ങിയ പാടെ നിത്യമോളുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ആ ഹോം നേഴ്സ് കൊച്ചിനെ എന്തോ ചില്ലറ കൊടുക്കുന്ന കണ്ടു. നിത്യമോളെ നോക്കുന്നതിന്റെ പേരില്ലേ അങ്ങനെ സംഭവിച്ചോ? കാശ് കൊടുത്ത ആളെ കയ്യിലെടുക്കാൻ ആയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതെ, ഒരു 25,000 വീശിയപ്പോ എന്റെ അമ്മ ബോധം കെട്ട് വീണത് കണ്ടില്ലേ? പിന്നെ പെർഫ്യൂമിന്റെ മണം കൂടെ അടിച്ചോടെ അമ്മ ഔട്ട് കംപ്ലീറ്റ്ലി. മനോഹരേട്ടാ. എന്താ മനോഹരേട്ടന്? ശരത്തിന്റെ അമ്മ വിളിക്കുന്നു. ഓംബ്ര. പരിഹസിക്കണ്ട. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാ മനോഹരേട്ടനോടൊന്ന് വരാൻ പറഞ്ഞു. വന്ന് അവരോടത്തെ കാര്യക്കാരിയായോ പാർവതി?
മനോഹരേട്ടൻ അങ്ങനെ എല്ലാവരും കാണുന്ന കണ്ണുകൊണ്ട് അവരെ കാണണ്ട. ഒന്ന് വാ, ശരത്തിന്റെ അമ്മയ്ക്ക് ഇപ്പൊ പോണോന്ന്. മോളോട് വാ. എന്നതാ കോളെന്നറിയാലോ. ഉടനെ പിടിച്ചു കിട്ടുന്ന കാലമല്ലേ. ദേവികയെ വിളിച്ചില്ല. ദേവിക മോളെ എന്റെ കൂടെ ഉണ്ടാവും, ഒപ്പം നിൽക്കുകയും ചെയ്യും. എന്തു അനിഷ്ട പറയാൻ പോകുന്നതെന്ന് അറിയണമല്ലോ. മോള് വാ. നീ നിത്യമോളുടെ അടുത്തേക്ക് ചെല്ല്. ഞങ്ങൾക്ക് കുറച്ച് കുടുംബകാര്യം സംസാരിക്കാനുണ്ട്. എടാ മനോഹര, ഒരു നല്ല കാര്യം പറയാനാ ശരത്തുമോന്റെ അമ്മ നിന്നെ വിളിപ്പിച്ചത്. എന്താണാവോ ആ നല്ല കാര്യം? നിനക്ക് പിന്നെ എല്ലാം ഒരു പുച്ഛമാണല്ലോ. നിത്യയുടെ അച്ഛന് ഗുണമുള്ള ഒരു കാര്യം അത് കേൾക്കാൻ പക്ഷെ ദേവിക നിൽക്കണമെന്നില്ല. ദേവിക മോൾ എവിടെ നിൽക്കണം? ദേവിക മോക്ക് ഈ വീട്ടിൽ എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അച്ഛൻ, ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാം. മോൾ അങ്ങോട്ട് മാറുന്നില്ല. എന്റെ വലത്തെ കൈ അകലത്തിൽ മോളവിടെ നിന്നു. ശരി, നിക്കട്ടെ. വ്യാഴദശയോടൊപ്പം ശനിയും വേണമല്ലോ. എന്റെ വീട്ടിലിരുന്ന് എന്റെ മകളെക്കുറിച്ച് കൂടുതൽ ഉപമയൊന്നും വേണ്ട. മനോഹരേട്ടാ, ശരത്തിന്റെ അമ്മയ്ക്ക് പറയാനുള്ളത് പറയട്ടെ. എന്തായാലും ഒരു നല്ല കാര്യം എന്നല്ലേ പറഞ്ഞത്. കാര്യം കേട്ടിട്ട് തീരുമാനിക്കും നല്ലതാണോ ചീത്തയാണോ. ശരത്തേ, പറയടാ. അല്ലച്ചാ, ഇതൊരു നല്ല കാര്യം തന്നെയാ. അച്ഛൻ ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ നിൽക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അയ്യോ, അതിന് ശരത്ത് മനോഹരേട്ടനോടാ സംസാരിക്കുന്നത്. എന്റെ നോമിനിയാ ദേവിക മോള്. മോള് മറുപടി പറയും, ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. എന്റെ അമ്മയ്ക്കില്ലാത്ത വിഷമം എന്തിനാ ശരത്ത് മോനെ? മോന്റെ അമ്മയ്ക്ക് എന്നെ ഓർത്ത്. നമ്മള് ബന്ധുക്കളല്ലേ? പൂർണ്ണമായിട്ട് അങ്ങോട്ടായിട്ടില്ലല്ലോ. നിത്യമോള് പഴയതുപോലെ ആയതിനു ശേഷം നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് ആലോചിക്കാം. അച്ഛാ, അച്ഛനൊരു ജോലി ശരിയാക്കാമെന്നാ അമ്മ പറഞ്ഞത്. ആഹാ, ശരത്ത് മോന്റെ അമ്മയാണോ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി? അതോ PSC ചെയർമാനും? അല്ല, എനിക്ക് ജോലി റെഡിമണി മുണ്ടക്കയം പോലെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ചോദിച്ചതാ. ഇത് രണ്ടുമാണെന്ന് കൂട്ടിക്കോ. ഒരു ജോലി ശരിയാക്കി തരാൻ ഈ പ്രഭാവതിക്കൊരു ഫോൺ കോള് മതി. അത് ഇന്ത്യക്കകത്തും പുറത്തും. എനിക്കൊരു ജോലി കിട്ടാനേ 1/2 ഫോൺ കോള് മതി.